ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്സീഡ് യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാമെന്നാണ്. സോ ആദ്യമായിട്ട് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷനായി ടൂൺ ഇമേജിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ബ്രൈറ്റ്നെസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കോൺട്രാസ്റ്റും ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റ് സാച്ചുറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ +8 കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആംബിയൻസും ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റ്സ് നമുക്ക് +5 വെക്കാം. ഷാഡോസ് നമുക്ക് ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ -42 കൊടുക്കുകയാണ്. സോ വാംത്തിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. സോ അടുത്തായിട്ട് വീണ്ടും പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വിൻറ്റേജ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ 4th ഓപ്ഷനിലോട്ട് ചൂസ് ചെയ്യാം. സോ നമുക്ക് ഇഷ്ടമുള്ള വിൻറ്റേജ് എഫക്റ്റ് ചൂസ് ചെയ്യാം. ഞാനിവിടെ 4th ആണ് ചൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം 0യിൽ തന്നെ വെക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് സാച്ചുറേഷൻ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റൈൽ സ്ട്രെങ്ത്തും ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് വിഗ്നെറ്റ് ഓപ്ഷൻ നമുക്ക് ഓരോ ഫോട്ടോ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് ടിക്ക് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ എഡിറ്റ്സിലോട്ട് ക്ലിക്ക് ചെയ്യാം. സോ എന്നിട്ട് വിൻറ്റേജ് ഓപ്ഷനിലോട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ആ ബ്രഷ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിൻറ്റേജ് 0 ആക്കാം. 100 ആണെങ്കിൽ നമുക്ക് 0 ആക്കാം. നെക്സ്റ്റ് നമ്മൾ ഫേസിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോ ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ എഫക്റ്റ് പുറത്തോട്ടായി കഴിഞ്ഞാൽ നേരെ ഐ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വിൻറ്റേജ് 100 ആക്കുക. എന്നിട്ട് അവിടെ ഡ്രോ ചെയ്യുക. സോ ഫൈനലി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് ഓപ്ഷനിൽ അടിയിൽ കാണാം. സോ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്ക് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കേർവ്സ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം.
സോ നെക്സ്റ്റ് ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫെയ്ഡഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോ ഫെയ്ഡഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, അതിനുശേഷം ടിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീണ്ടും പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടൂൺ ഇമേജിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ടൂൺ ഇമേജിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വീണ്ടും പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെലക്റ്റീവ് ഐക്കണിലോട്ടും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്ലസ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫേസിലോട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഫേസിലുള്ള ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഫൈനലി നമ്മൾ ഈ ഓപ്ഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് ഇമേജ് സേവ് ചെയ്യാം. അതിനായിട്ട് ആ ഡൗൺലോഡ് ഓപ്ഷനിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് സേവ് ആവും. സോ അടുത്തായിട്ട് നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. സോ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇമേജ് ലോഡാക്കുക. അതിനുശേഷം ആഡ് ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഫോട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. സോ എന്നിട്ട് ആ ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്യാം. ബ്ലെൻഡ് ഓപ്ഷനിലോട്ട് പോവാം. എന്നിട്ട് സ്ക്രീന് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. സോ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോവുക. അതിനുശേഷം ഒപ്പാസിറ്റിയിൽ കൊണ്ടുപോയിട്ട് നമുക്കൊരു 80 കൊണ്ടുവയ്ക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇമേജ് സേവ് ആക്കാം.